ഹലോ, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുകളെ പറ്റിയിട്ടുള്ള കുറെ വീഡിയോസ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പറയുന്നത് ഭയങ്കര കുറെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോസിലൊക്കെ. അതായത് തന്റെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും കാരോളിൻസ് എടുത്ത് വീശിയിരിക്കുന്നു, അർജുനനെ വെല്ലുന്ന കർണൻ ഇതാ എത്തിക്കഴിഞ്ഞു, ആഡ്രിയാൻ ലൂണയുടെ പകരക്കാരൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, 10-ാം നമ്പറിന് വേറെ അവകാശം എത്തിയിരിക്കുന്നു, അവൻ തകർക്കും, പൊളിക്കും, പൊളിച്ചടുക്കും, ISL അടിക്കും, കൂത്തും കൊല്ലും കൊല വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാരക ഹൈപ്പ് കയറ്റി വെക്കുന്ന കുറെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ രോമാഞ്ചമൊക്കെ അടിച്ചിട്ട് രോമൊക്കെ എണിച്ച് തെറിച്ചു പോകും. അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലരൊക്കെ വന്നിട്ട് എന്താണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നത്, ഈ കൊച്ചി ബ്ലാസ്റ്റേഴ്സിൽ എന്തൊക്കെയായി നടക്കുന്നത്, ഇങ്ങനെ വരെ പറയുന്നുണ്ട്. നടക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോ ലീഗിന്റെ ഒരു ലീഗ് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്കറിയാം. ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ ഏത് നിലയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ AIFന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ടീമിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. നമ്മുടെ ടീമെന്ന് മാത്രമല്ല, ISL കളിച്ചുകൊണ്ടിരിക്കുന്ന പല ടീമിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ എല്ലാ ടീമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം അവരുടെ എന്താ നഷ്ടം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അത് തന്നെയാണ് ചെയ്യുന്നത്. നോക്കുക, നമ്മളുടെ പഴയ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഫോറിൻ പ്ലേയേഴ്സിനെ മുഴുവൻ സെല്ല് ചെയ്തു, ചിലരെ ലോണിൽ വിട്ടു, എന്നിട്ട് നമ്മൾ കുറച്ച് പുതിയ ഫോറിൻ സൈൻസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുണ്ടാകുന്ന കുറച്ച് ഫോറിൻ പ്ലേയേഴ്സിനെ കൊടുത്തിട്ട് വേണ്ട പിന്നെ വേറെ കുറച്ച് ഫോറിൻ പ്ലേയേഴ്സിനെ മേടിക്കുന്നു, ഇവർക്ക് എന്താ വട്ടായോ എന്നൊക്കെ വിചാരിക്കും. ഇതിനകത്തെ കാര്യം സിമ്പിളാണ്. അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫോറിൻ പ്ലേയേഴ്സുകൾ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരുന്നു, അവരുടെ സാലറീസ് കൂടുതലായിരുന്നു. അപ്പോൾ അവരെ കൊടുത്തിട്ട് അവരുടെ അത്രയും സാലറിയോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ അത്രയും ചെലവില്ലാത്ത കുറച്ച് പ്ലേയേഴ്സിനെ വാങ്ങി എന്നുള്ളതാണ് സത്യം. അല്ലാതെ PSG-യിൽ നിന്ന് ദേണ്ട ഒരുത്തനെത്തി, ജർമ്മനിയിൽ നിന്ന് ടോണി ക്രൂസിന്റെ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നു എന്നൊക്കെ, സ്പെയിനിൽ നിന്ന് എത്തിയിരിക്കുന്നത്, ഗോകുലം കേരളയുടെ മെയിൻ പ്ലെയറെ വാങ്ങിയിരിക്കുന്നു, തൂക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല. അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആഡ്രിയാൻ ലൂണ അല്ലെങ്കിൽ നോവാ സദോയ്ക്കൊക്കെ നമ്മൾ 100 രൂപയാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ 25 രൂപ കൊടുത്താൽ മതി എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന പ്ലേയേഴ്സിനെ ഒന്നും വില കുറച്ച് കാണുകയല്ല. നമ്മൾ ഓവറായിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്തായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്, ഫോറിൻ പ്ലേയേഴ്സ് ആണ്. അവരുടെ മികവ് തെളിയിക്കാൻ അവർക്കുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയാണിത്. അവരുടെ കരിയറിൽ അവരുടെ കരിയറിനെ കുറച്ചുകൂടി മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു അവസരമാണ് അവർക്കിത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരു പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹൈ പ്രൊഫൈൽഡ് പ്ലേയേഴ്സിനെക്കാളും മികച്ച പെർഫോമൻസ് അവരിവിടെ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവർ നല്ല പെർഫോമൻസ് നടത്തട്ടെ എന്നുള്ളതാണ്. അവർ നടത്തട്ടെ, അവർ വന്ന് മികച്ച രീതിയിൽ കളിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ വന്നു പോയ എല്ലാ താരങ്ങളെക്കാളും മികച്ച രീതിയിലുള്ള പ്രകടനം ഇപ്പോൾ വന്നിട്ടുള്ള താരങ്ങൾ പുറത്തെടുക്കട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ, എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അവരിൽ നിന്ന് മികച്ച പ്രകടനം വരട്ടെ. അവരുടെ കളിയൊക്കെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം അവരെ. അല്ലാതെ അവരെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് വെറുതെ അവരടിച്ച ഗോളുകളും അല്ല അവരുടെ അസിസ്റ്റുകളുടെയും കുറച്ച് വീഡിയോസ് ഇട്ട് എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഹൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കാണിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. അവർ വരട്ടെ, അവർ കളിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് വെച്ചിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 9 ഹോം മത്സരങ്ങളാണുള്ളത്. 9 ഹോം മത്സരങ്ങളും കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ പോയി ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ശരിയാണ്, ആഡ്രിയാൻ ലൂണ ഇല്ലാത്തതിന്റെ വിഷമം നന്നായിട്ട് എനിക്കുണ്ട്. അപ്പൊ അത് നമ്മൾ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലബ് ഫുട്ബോൾ ആണ്, ഇങ്ങനെയാണ്. പ്ലേയേഴ്സ് വരും പോകും. ഒരു പക്ഷേ ഇപ്പൊ ലോണിലാണ് പോയിരിക്കുന്നത്, ഒരു പക്ഷേ ചിലപ്പോൾ തിരിച്ചു വന്നില്ല എന്ന് തന്നെ ഇരിക്കാം. നമ്മൾ അതിലൊന്നും വറീഡ് ആയിട്ട് കാര്യമില്ല. ബാഴ്സലോണ ഇന്ന് ലയണൽ മെസ്സി പോയില്ലേ, അപ്പൊ പിന്നെ എന്നിട്ട് അതൊക്കെ ആളുകൾ സഹിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ് ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഫുട്ബോൾ, അങ്ങനെയാണ്. അപ്പോൾ ഫുട്ബോളിനെ ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുക. എല്ലാവരും മാക്സിമം എല്ലാവരും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. താങ്ക്